അണ്ണാ ഒരു പഫ് ഒന്ന് കത്തിക്കട്ടടാ. എടാ, അന്ന് കുളിര് കോരുന്നൊരു ശിശിരമാസത്തിൽ 7-ാം യാമമായിരുന്നു. എന്നിട്ട് നീ വല്ലാണ്ട് അങ്ങനെ കുളിർക്കണ്ട. ഇതല്ല. പിന്നെ അന്നാണ് ഈ തൊലിയാർമണിയൻ അഷറഫിൻ്റെ കൂടെ ഞാൻ കാട് കയറിയത്. അതിൻ്റെ കാര്യം പിന്നെ പറയാതിരിക്കുന്നത് ഭേദം. എന്നാ പറയണ്ട. കേക്കടാ, ഞാനങ്ങനെ അഷറഫിനെയും കൊണ്ട് കാട് കയറാൻ തുടങ്ങി. താനത് എങ്ങോട്ടാ കൊണ്ടുപോണേ? കുറെ നേരമായല്ലോ. നിങ്ങളാ കയ്യാല കണ്ട, അതിനപ്പുറത്ത് കിടക്കണ്ടെങ്കിൽ സാമാനം സാറ് തന്നെ അടിച്ചാട്ടെ. എന്നിട്ട് ഇവിടെ എന്ന് പറഞ്ഞിട്ട് നടന്നാട്ടെ. തൊലിഞ്ഞ സാധനം ഈ കോപ്പൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലേ. സാറെന്തിനാ സാറേ ഇപ്പൊ ഈ നേരത്തെ ഇങ്ങോട്ടുണ്ടാക്കിയേ? വെളുത്തിട്ട് അങ്ങനെ വന്നാ പോരായിരുന്നു. അത് എണീറ്റൊന്നും പോകത്തൊന്നുമില്ലല്ലോ. പിന്നെ രാത്രി വല്ല പട്ടിയും കടിച്ചു കയറിയ നിന്റെ തന്ത വന്ന് ഉത്തരവാദിത്തം പറയൂ. അവന്റെ ഒരു ചോദ്യം കേട്ടില്ല പന്നായി. എന്തോ എന്തോ സാറേ? അടിയണ്ണ അണ്ണം പോകണ, ഞാൻ വരാം. നടക്കണ്ട, ഞാൻ വരാം. വാ സാറേ. എന്ത് മനുഷ്യന് ശിവണ്ണ, ഞാൻ പിടിക്കണ. ഇതോടെ ചെറുക്ക ദാണ്ടേ കിടക്കുന്ന സാറേ നിങ്ങളുടെ ഈ സാമാനം. ഇവന്റെ പേരെന്താണോ? മനോഹർ. ഇന്ന് രാത്രി ചാവാനായിട്ട് ഇന്ന് രാവിലെ ഗൾഫിൽ നിന്ന് വന്ന പാവം. ഓക്കെ. അതും നല്ല ഒന്നാം തരം സ്കോച്ചിൽ കുരുടോനടിച്ചു. രാജയോഗം തന്നെ. സോ സാഡ്. എന്നാ പിന്നെ പകലെങ്ങാനും ചത്താ പോരായിരുന്നു. വെറുതെ ഈ രാത്രി മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. അതങ്ങനെ ശരിയാവും സാറേ. പകലും വന്നതല്ലേ ഉള്ളൂ. വെട്ടിയൊക്കെ ഒന്ന് പൊട്ടിക്കണ്ട സാറേ. മിസ്റ്റർ ഷിബു, അർജന്റായിട്ടൊരു മുണ്ട് വേണം. എനിക്ക് ഈ ബോഡി ഒന്ന് മറിക്കാനാ. അതിനും മറക്കണ്ടല്ലോ. മറച്ചിട്ടുണ്ടല്ലോ സാറേ. എടാ, ഒരു ശവം കിടന്ന അത് മൂടണ്ടേ? കുറച്ചു മുമ്പ് ഞാൻ എന്റെ തൊപ്പി വരെ എന്താ എന്റെ തല പറഞ്ഞിട്ടാ? അല്ലടാ, തേങ്ങ കൊലയാം. എടാ, ഇതൊക്കെ ഒരു നാട്ടു നടപ്പാണ്, മനസ്സിലായില്ലേ? ഒരു ബോഡി കിട്ടിയാ അത് മൂടണം. നീ സിനിമയൊന്നും കാണാറില്ലല്ലേ? ഞാനവനെ തുണി മുറിച്ച സിനിമ കാണാറില്ല. അങ്ങോട്ട് മാറരുത്, തീർറ. നിന്റെ താടിക്ക് അങ്ങനെ തീ പിടിച്ചവിടെ കാട്ടു തീയ. സാറ് പടി സാറേ. അല്ല അഷറഫ്, അഷറഫ് സാറേ, സാറെന്താ ഒറ്റയ്ക്ക്? മറ്റേ അമ്മമാരൊന്നും ഇല്ലേ? ഇല്ലടോ, സ്റ്റേഷനിലെ SI ഉൾപ്പെടെ ബാക്കി എല്ലാവർക്കും കോവിഡ്. ഡ്യൂട്ടിയിൽ ഞാനും വേറൊരു കോൺസ്റ്റബിളേ ഉള്ളൂ. അവനാണെങ്കിൽ ഏത് സമയം ഒരു അരിച്ചാക്ക മുന്നോട്ട് സീരിയൽ കണ്ടോണ്ടിരിപ്പാ. അടുത്ത സ്റ്റേഷനിൽ SI വന്ന് ഇൻക്വസ്റ്റീസ് നടത്തിയാലേ ഈ മുതലിന് ഇവിടെ നിർത്ത് മാറ്റാൻ പറ്റൂ. ഓരോ ഗതികേട് നോക്കണേ. ഈ സമയത്ത് തോട്ടുമുക്കി പോയി 4 മണല്ലോറിക്ക് കൈ കാണിച്ച എത്ര രൂപ ഉണ്ടാക്കാന്നറിയോ? വീട് പണിയൊക്കെ നടക്കുവാടോ. ഭയങ്കര ടൈറ്റാ. 5ന്റെ പൈസ ഇല്ലളിയാ. ഇത് ചുമ്മാ 10 വയസ്സിലെ ഗുണമില്ലാതാ. വിളിക്കണവരെ ഇതിന് കാവലിരിക്കണം. ഇനിയിപ്പം പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പം നേരം വിളിക്കണ ഞാൻ ഷിബു കൂടെ ഇങ്ങനെ. എന്നെ വിട്ടാரு സാറേ, ഞാൻ പോണേ. ഷിബു, നീ എവിടെ? നമുക്ക് രണ്ടെണ്ണമൊക്കെ അടി ചുമ്മാ ജാലിയായിട്ടിരിക്കാം. നീ വാ. നീ എവിടെ പോണു? സാധനം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അടിക്കാം. സ്കോച്ചിരിപ്പുണ്ട്. സ്കോച്ചാ അടിച്ചതിന്റെ ബാക്കി ഇച്ചിരി വിഷം കാണും. സാറ് അടിക്കുവോ? നീ ഒരുപാട് തൊലിക്കില്ല കേട്ടോ. എന്റെ മണ്ടാടിച്ചാൻ കറിഞ്ഞ. പിന്നെ എന്താ സാറേ, രാത്രി ഒന്ന് സാധനം ചോദിച്ചു ഞാൻ അവിടെ നിന്ന് തരാനാ? അതുകൊള്ളോ. ഭൂരിന്റെ കണ്ണി കുത്തണം. എന്തെങ്കിലുമൊക്കെ നോക്കടാ, അടിക്കാൻ മുട്ടിയിരിക്കണം. അതുകൊണ്ടല്ലേ. പിന്നെ സാറിന് അത്ര അത്യാവശ്യമാണെങ്കിൽ സാറ് എട് വേഗം എട്.
ഇപ്പം അടിച്ചാലേ വെളുക്കുമ്പോൾ പോകാൻ പറ്റും. ഇവിടുന്ന് അടിച്ച് കിണ്ടിയായിട്ട് വേണം ഇവിടുന്ന് പോകാൻ. ഒരു ബോധം അസല് ചടയില്ല സാറേ. നീ പോലീസുകാരെ കഞ്ചാവുണ്ടാക്കാൻ നടക്കണത് കളിക്കണ നീ. ഇറ്റ്സ് ഇല്ലീഗൽ ഷിബു, ഇറ്റ്സ് ഇല്ലീഗൽ. ഞാൻ ഇതിന് കൂട്ടി നിൽക്കുന്നില്ല. This is illegal. ആ This is illegal. നിയമവിരുദ്ധൻ ഇവനെ പിടിച്ച് എന്ത് ഇല്ലീഗൽ സാറേ? സാക്ഷാൽ പരമശിവൻ പോലും ഇതിന്റെ ആളല്ലേ? തെളിവുണ്ടോ? സാറേ, ബാക്കിയുള്ള ടീംസിന് വെച്ച് നോക്കുമ്പോ പുള്ളി എന്ത് നൈസാണ്. ആ ഡ്രസ്സിംഗ് ഒക്കെ എന്ത് സിമ്പിളാ. ആ താണ്ടവൊക്കെ ഒന്ന് നോക്കണം, എന്നാ ഒരു പവറാ. ഇതൊക്കെ ഇവന്റെ ഒരു പവറാ. എന്നിട്ട് അങ്ങനെ ഒന്ന് പണഞ്ഞോ ഷിബു ഈ സാമാനം വലിച്ചു കയറ്റാൻ? ഹേയ് നിയമപാലക, എൻ മതവികാരത്തെ കൊലപ്പെടുത്തി മലീനസമാക്കുന്നു നീ. മതവികാരത്തിന്റെ അയ്യോ ആ മതവികാരത്തിന്റെ കിണ്ടി. എടാ നിനക്ക് വേണേ നീ വലിക്കണം. നീ എന്തിനാ അങ്ങനെ ഇതിൽ പിടിച്ചിരുന്നേ? ഓരോരോ ഉടായ്പകളായിട്ട് വന്നോളൂ. ഉടായിപ്പ സാറേ, സാറിന് ഇപ്പോഴും പവർ മനസ്സിലായിട്ടില്ല. ഇവനൊന്ന് മനസ്സ് വെച്ചാലേ ചത്തുപോയ സാറിന്റെ അപ്പനപ്പൂപ്പന്മാര് കുഴിമാളത്തിന്ന് എണീച്ചു വന്ന് ദാ ഇവിടെ താണ്ടവൻ കളിക്കും. സാറൊന്ന് വലിച്ചു നോക്ക് സാറേ, ചത്തവര് വരും. മരിച്ചു പോയാലും ഇവിടെ വന്ന് താണ്ടവൻ. മരിച്ചു പോയാലും ഇവിടെ വന്ന് ഡാൻസ്. വലിച്ചു നോക്ക്, വരും. മരിച്ചു പോയാലും ഇവിടെ വന്ന് മരിച്ചു പോയാലും ഇവിടെ വന്ന് ഡാൻസ്. ഞാൻ പറഞ്ഞില്ലേ. ഹലോ ഹലോ, എനിക്കൊരു പഫ് തരുമോ? പന്നിക്കൊണ്ടായിരുന്നു. നീ ഒറ്റൊരുത്തൻ കാരണമാണ് ഈ മഞ്ഞത്ത് ഇവിടെ വന്നിരിക്കേണ്ടി വന്നത്. നിനക്ക് പഫല്ല കോപ്പി തരാം. ഷിബു ഒരു കാര്യം മനസ്സിലാക്കണം. എനിക്കാണെങ്കിൽ മഞ്ഞ ഒട്ടും പറ്റത്തില്ല. ഇവനിത് വല്ലതരണോ കാട്ടിൽ കയറി വിഷം അടിച്ച് ആത്മഹത്യ ചെയ്തിട്ട് പന്നൻ. വിഷം അടിച്ചെന്നാ? ഈ ഞാനാ? അല്ല ഞാൻ സാറേ, ഒരുമാതിരി പോക്കർത്തനം പറയരുത്. നിനക്ക് പോക്കൃതനെ കാണിക്കാൻ പറയണേയുള്ളൂ കുഴപ്പം അല്ലേ? എന്നാ എനിക്കൊരു കാര്യം പറയാണ്ട്. പുകയാണേ വേണ്ട, ഞാൻ തരത്തില്ല. അതല്ലടക്കണാപ്പാ, തനിക്കൂടെ ഗുണമുള്ള കേസാ. ഇതെന്റെ ശവാണ് നോക്കില്ല, മോന്തയ്ക്ക് കുത്താവ് ചേരും. സാറിനോട് മാനായിട്ട് സംസാരിച്ചോളണം, മനസ്സിലാ? എന്നാലും എന്റെ പൊന്നു സാറേ, ഞാൻ ആത്മഹത്യ ചെയ്തതല്ല, എന്നെ കൊന്നതാ. മർഡറാ? ഇവൻ ആത്മഹത്യ ചെയ്തല്ലേ? വെള്ളടിച്ചിട്ട് കോത്താച്ചിട്ട് വർത്താനം പറയരുത് സാറേ. ഇതിൽ വേറെ വർത്താനം ഒന്നുമില്ല. ഇവൻ ആത്മഹത്യ ചെയ്തത് തന്നെ. അമ്പട പുളിച്ചു. സത്യമായിട്ട് സാറേ, ഞാൻ ആത്മഹത്യ ചെയ്തതല്ല. എന്നെ ആ സുജാലൻ കുപ്പിയിൽ വിഷം ചേർത്ത് കൊന്നതാ. സുജാലൻ അവനെ വേണ്ട വിധം ഒന്ന് കൈകാര്യം ചെയ്താ സത്യം എങ്ങ് പോരും. കൊലപാതകം തെളിയിച്ചതിന് സാറിന് പ്രമോഷനും കിട്ടും. സാറേ, നോട്ട് ദി പോയിന്റ്. ഇറ്റ്സ് വെരി റെലവന്റ്. വാട്ട് ഡു യു തിങ്ക് സർ? സത്യം തെളിയും, കൊലപാതകം തെളിയിച്ചതിന് എനിക്ക് പ്രമോഷൻ. അത് ഉറപ്പല്ലേ? അതും ഒറ്റയ്ക്ക് തെളിയിച്ച. ഞാൻ പോയി സുജാലിനെ പിടിച്ചിട്ട് വരാം. എനിക്കവിടെ പിടിക്കാം, പിടിച്ചേ പറ്റൂ. അതേ, ഇങ്ങനെ പോയാലെങ്ങനെയാ? തെളിവ് വേണ്ടേ? സർ, 2 ഗ്ലാസ്, 2 പ്ലേറ്റ്, 4 പൊറോട്ട, അതിൽ 2 ആദ്യം തിന്നത് ഒരു കുട്ടി കോച്ച്, കുരുടാൻ, പിന്നെ മാതൽ ബീഫ് കറി. ഇതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? ടച്ചിങ്സ് ബീഫ് ആയിരുന്നല്ലേ? നോ, വളിച്ചു കാണും. ഇവിടെ ആകെ മൊത്തം ടോട്ടൽ 2 പേരുണ്ടായിരുന്നു മനസ്സിലാക്കാം. അത് തന്നെയല്ലേടാ ഞാനും പറഞ്ഞത്. ഇവന്മാരിത്. ഡേയ്, നീ ഒന്നും പറയണ്ട. സാറിന് വേണ്ടത് തെളിവാണ്, തെളിവ്.
ആ തൊപ്പിഞ്ഞെടുക്ക. താങ്ക് യു സാർ. ചോര സാറേ അവൻ പോയി കിടന്ന്. പാവം ചത്തുപോയതല്ലേ, നല്ല ക്ഷീണം കാണും. ഞാൻ പോയി സുജാലിനെ Yes, sir. എന്താ എനിക്ക് Nothing, sir. ഇനി ഇവനങ്ങനെ മരിച്ചതാണോ? അങ്ങനെ ഈ മക്കുണ്ണൻ മനോഹരന്റെ വാക്ക് കേട്ട് അയാൾ സുജാലനെ പിടിക്കാൻ പോയി. ഹലോ പാന്തർ സ്പീക്കിംഗ്. ഓവർ. അഷറഫേ, നീ ഓവറാക്കാതെ കാര്യം പറ. സാറേ മറ്റേ ആത്മഹത്യ കേസില്ലേ വിഷം കഴിച്ച, അത് ആത്മഹത്യയല്ല, കൊലപാതകമാണ്. ഈ സെറ്റ് അതെങ്ങനെ നിനക്ക് മനസ്സിലായി? അത് എത്തവൻ പറഞ്ഞപ്പോ മനസ്സിലായി. എന്തോന്നും? അതായത് ഞാൻ ഇതിനെപ്പറ്റി കൂടുതൽ അന്വേഷിച്ചു സാർ. അന്വേഷിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു ആത്മഹത്യയല്ല, ഇത് കൊലപാതകമാണ്. എന്റെ കയ്യിൽ വ്യക്തമായ തെളിവുണ്ട് സാർ. ഓക്കെ, ദെൻ വാട്ട് നെക്സ്റ്റ്? അവിടെ ക്രൗഡ് ഉണ്ടോ? തനിക്ക് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുമോ? ഇവിടെ എന്തൊരു ജില്ലാ സമ്മേളനം നടക്കണം. ഇതൊരു പട്ടിക്കാടാണ് സാർ. ഇവിടെ ഒരു മനുഷ്യ കുഞ്ഞുങ്ങൾ പോലും ഇല്ല. ഒരു അരക്കിഴക്കൻ രാത്രി കഞ്ചാവ് വലിക്കാൻ വന്നപ്പോൾ ഇത് കണ്ട് എന്നെ അറിയിച്ചതാ. ഇവിടെ ഞാനും അവനേ ഉള്ളൂ. ശരി, പ്രതി ആരാണ്? അറസ്റ്റ് ചെയ്തിട്ടുണ്ടോ? പ്രതിയെ പറ്റിയുള്ള എല്ലാ വിവരങ്ങളും എന്റെ കയ്യിലുണ്ട് സാർ. ഞാൻ ഉറപ്പായിട്ടും അവനെ പിടിച്ചിരിക്കും. ഞാൻ അവനെ പൊക്കാനായിട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയാണ് സാർ. അഷറഫേ, നീ ഒറ്റയ്ക്കാണെന്നുള്ള കാര്യം ഓർത്തോളാം. കാര്യങ്ങൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നിന്റെ സ്ഥിരം മണ്ടത്തരങ്ങളൊന്നും നീ ഇവിടെ കാണിക്കരുത്. ഞാനേ കൂടുതൽ ഫോഴ്സിനെ അങ്ങോട്ട് അയക്കാം. പിന്നെ ആ DYSP വിളിച്ച് ഇപ്പൊ പറയാനൊന്നും നിൽക്കണ്ട. അയാള് വന്ന് ഫുള്ള് ക്രെഡിറ്റ് വാങ്ങി കൊണ്ടുപോകും. അല്ല സാർ, ഞാൻ ഒരു എക്സൈറ്റ്മെന്റ് പ്രതി ഞാൻ പറഞ്ഞു പോയി സാർ. ഓ കൊണച്ച്. സാർ 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 തൊലിഞ്ഞു പോയി. അണ്ണ ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയേ. സുജാലൻ തന്നെ ആണ് അണ്ണ. എന്തേലും ഒന്ന് പറയണ്ണ. ഓരടിക്കണ ഒന്ന് പോടാ ബ്രാ, ചത്ത് കിടക്കാൻ സമ്മതിക്കൂല. അയ്യോ സാറേ, എന്നെ ഒന്നും ചെയ്യല്ലേ. മനോഹരനെ ഞാൻ ഇന്ന് കണ്ടിട്ടേ ഇല്ല, സത്യം. അതിന് ഞാൻ നിന്നോടൊന്നും ചോദിച്ചില്ലല്ലോടാ മരം കൊത്തി. എന്നെ സാറേ, എന്നെ തല്ലല്ലേ സാറേ. നടന്നത് എന്താണെന്ന് ഞാൻ തുറന്ന് പറയാം. മര്യാദയ്ക്ക് സംസാരിക്കണം. മൂക്കിനിടിയണ്ട ഇങ്ങനെ സാറേ. അതെങ്ങനെ നിനക്കറിയാം? ഇനി ഉണ്ടപ്പോ മനസ്സിലായി. നീ സമയം കളയാതെ കാര്യം പറ സുജാര. പറ്റിപ്പോയി സാറേ. ഒരുത്തനെ കൊന്നിട്ട് പറ്റിപ്പോയെന്നാ പറയണ കാര്യം. സാറേ, 10 വർഷം മുമ്പ് എന്നെ വീട് പണി നടക്കുന്ന സമയത്ത് അവൻ എനിക്കൊരു 5 ലക്ഷം രൂപ തന്ന് സഹായിച്ച്. ഉള്ളപ്പോൾ തിരിച്ചു കൊടുത്താൽ മതി എന്നാ അന്ന് അവൻ എന്നോട് പറഞ്ഞു. എന്നാൽ ഈയിടെ ആ 5 പലിശയും അതിന്റെ കൂട്ടുപലിശ അല്ലാതെ 15 ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു. 15 ലക്ഷം? സാറ് പറ, എന്റെ കയ്യിൽ എവിടുന്നാ ഇത്രയും പൈസ? അതെനിക്കെങ്ങനെ അറിയടാ കോപ്പേ. നീ ഇങ്ങോട്ട് ചോദ്യം ഉണ്ടാക്കാതെ ഉള്ള കാര്യം ഇങ്ങോട്ട് പറ. ഞാൻ അവനോട് കുറെ അവധി പറഞ്ഞു സാറേ. എന്നെ മൂത്ത മോളുടെ കല്യാണം ഉറപ്പിച്ചിരിക്കുക. അവനിന്ന് വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തി കല്യാണത്തിന് മേടിച്ചു വെച്ചിരുന്ന സ്വർണ്ണം അങ്ങ് എടുത്തുകൊണ്ട് പോയി. വേറെ വഴിയൊന്നും ഇല്ലാതെ വന്നപ്പോൾ ഇന്ന് കുറച്ച് പൈസ തരാമെന്നും സ്വർണം തിരിച്ചു തരണമെന്നും പറഞ്ഞു. അങ്ങനെ ഞാൻ അവനെ ഏലക്കാട്ടിലോട്ട് വിളിച്ചു വരുത്തിയത്. ഒന്ന് കൂടാന്ന് പറഞ്ഞപ്പോൾ അവന് സമ്മതിച്ചു. കിട്ടിയില്ല. അതിൽ വിഷം ചേർത്ത് കൊടുത്താൽ എനിക്കെൻ്റെ സ്വർണം എടുക്കാമല്ലോ. അങ്ങനെ ആ ഓട്ടോക്കാരൻ ബൈജുവിനെ കൊണ്ട് എടുപ്പിച്ച സാധനത്തിൽ വിഷം ചേർത്ത് ഞാനങ്ങോട്ട് പോയത്. എന്നിട്ട് ആ സ്വർണ്ണം നീ അവിടെ നിർത്തോ? 10 പവൻ്റെ അറിഞ്ഞാണ് ഒഴിച്ച് ബാക്കി എല്ലാം കിട്ടി സാറ്. തെണ്ടി അതപ്പം മുക്കിയതാ. 10 പവന്റെ അറിഞ്ഞാണോ? എന്തിനാ അരയിൽ വടം കെട്ടാനാ? അതല്ലല്ലോ ഇവിടുത്തെ വിഷയം. അരഞ്ഞാണം കിട്ടിയില്ലല്ലോ. അരഞ്ഞാണം കിട്ടിയില്ലെങ്കിൽ എന്താ? എനിക്ക് നിന്നെ കിട്ടിയില്ലേ? എനിക്കും കിട്ടിയല്ലോ. അഴകിയ സാറിനെ രക്ഷിക്കണം. എൻ്റെ മോളുടെ കല്യാണമോ സാറേ. എനിക്കവനെ കൊല്ലണമെന്നൊന്നും ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ആ സ്വർണം തിരിച്ചെടുക്കണം. ഞാൻ അത്രേ കരുതിയുള്ളൂ. അയ്യോടാ പാവം. ഫ്യൂഡാൻ കൊടുത്ത് വൈറലാക്കാനാണല്ലോ നീ. സാറേ, എങ്ങനെയെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കും സാറേ. ഞാൻ എന്തു വേണേലും തരാം. ആ ഓട്ടോക്കാരന്റെ പേരെന്തായിരുന്നു? ബൈജു. ബൈജു. ഓട്ടോക്കാരൻ ബൈജു. നീ ഇത് കേക്കണം ശിബു. ആ പരനാറി സുജാലനെ ഞാൻ വിശ്വസിച്ചു. ഞാൻ ഇല്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിലൊരു സഹായിയായി നിന്നത് അവനാ. ഒരിക്കൽ ഞാൻ നാട്ടിൽ വന്നപ്പം എൻ്റെ ഭാര്യയായി അവനൊരു അടുപ്പുണ്ടെന്ന് അറിഞ്ഞ് ആദ്യം ഞാനങ്ങ് വിഷമിച്ച്. പിന്നെ പിള്ളേരാരും ആലോചിച്ചപ്പോ ഞാനങ്ങ് വിട്ടു. സോ കൈൻഡ് ഓഫ് യു. പക്ഷെ പിന്നീട് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. സന്തോഷമായിട്ട് കഴിയായിരുന്നു. പക്ഷെ കഴിഞ്ഞ തവണ അവധിക്ക് വന്നപ്പോ
എന്റെ വീട്ടിന്റെ പിന്നാലെ കൂടെ അവൻ ഓടുന്ന ഒരു മിന്നായം പോലും ഞങ്ങൾ അന്ന് തുടങ്ങിയ പ്ലാനിങ്ങ. അതെന്തിനാണ്? അവനെ കൊല്ലാൻ, അല്ലാതെ എന്തിന്? അങ്ങനെ ഇന്ന് ഞാൻ വന്നപ്പോ അവന്റെ വീട്ടിൽ പോയി പഴയ കാശിന്റെ പേരും പറഞ്ഞ് വഴക്കുണ്ടാക്കി. അങ്ങനെ അവൻ ഇവിടെ കൂടാന്ന് പറഞ്ഞു. അപ്പം വിഷം കൊടുത്ത് കൊല്ലാൻ ഞാൻ തീരുമാനിച്ചു. എങ്ങനെയുണ്ട്? നല്ല കേമം തന്നെ. അങ്ങനെ വെള്ളം അടിക്കണതിന്റെ ഇടയിൽ ഫോൺ വന്നു. എനിക്കൊരു കോള് അവൻ മാറിയതാകത്ത ഞാൻ അവന്റെ ഗ്ലാസ്സിൽ വിഷം ചേർത്ത്. പക്ഷേ അവൻ കുടിക്കുന്നതിന് മുമ്പ് ഞാൻ എന്റെ ഗ്ലാസ്സിൽ നിമ്മണി അടിച്ചു. ആകെ ഒരു മരവിപ്പായിരുന്നു. പിന്നെ ഒരു അടി കിട്ടിയതുപോലെ ഞാൻ അങ്ങ് ബോധം കിട്ടുക. പിന്നെ ഒന്നും ഓർമ്മയില്ല. നോക്കണ ശിവു, ആത്മാർത്ഥ സുഹൃത്താവൻ ആ പരനാറിയ കൊണ്ടുവന്ന കുപ്പിയിൽ വിഷം ചേർത്തത്. അത് തന്നെയല്ലേ ഇയാളും ചെയ്തത്? അതുപോലാണോടോ ഇത്? അതുപോലെ അല്ലേ? അല്ലടാ ഭ്രാന്ത. നിന്റെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. വാ നമുക്ക് പോവാം. ഞാനിനി ഓട്ടൊന്നും പോണില്ല സാറേ. അതൊക്കെയായിരുന്നു. കുഴപ്പമില്ല, ഞാൻ ഓടിച്ചോളാം. സാറിന് എന്റെ ബാഡ്ജൊക്കെ ഉണ്ടോ? ബാഡ്ജൊക്കെ സ്റ്റേഷനിൽ ഇരുന്നു. നീ ആ കുപ്പി കൊണ്ടുവന്ന് അവൻ പറഞ്ഞല്ലോ. നിന്ന് കളിക്കാതെ വാടാ. സാറേ എനിക്ക് എന്റെ പെമ്പിളരാണ് സാറേ. ആ മനോഹരന്റെ ഭാര്യ അവള് വരണ്ട സാർ. ഞാൻ വിഷം ചേർത്തു. ഒന്ന് പൊങ്ങിയേ നീ. മനോഹരന്റെ വീട്ടില് ഓട്ടക്കണക്കെ പൊക്കണത് ഞാനാ സാറേ. അങ്ങനെ അയാളുടെ ഭാര്യ റോസമ്മയായി ഞാൻ അടുപ്പത്തിലായി. ആഹാ. ഓ, അവനേക്ക് ഓടിച്ചു. ഞാൻ അറിഞ്ഞില്ലല്ലോ. ഇതൊക്കെ അങ്ങനെ ഫ്ലക്സ് അടിച്ചു വെച്ചു. നാട്ടുകാരെ അറിയിക്കാൻ പറ്റുമോ സാറേ? അതൊക്കെ അങ്ങനെ സംഭവിച്ചു. ഈ സുജാലിനായിട്ടൊക്കെ പണ്ടൊരു അടുപ്പുണ്ടായിരുന്നു സാറേ. പക്ഷെ ഈ ആളിന് ചെറ്റിയാണ് സാറേ. അതുകൊണ്ട് അവള് അന്നേ ഇവനെ കളഞ്ഞായിരുന്നു. ഇപ്പൊ അവ പഴയ കാര്യമൊക്കെ പറഞ്ഞ് അവളെ കുറെ പൈസയൊക്കെ മേടിച്ചു സാറേ. അങ്ങോട്ട് പൈസ മേടിച്ച ചെറിയൊരു ഷോർട്ടേജ് വന്നപ്പോ അവന്റെ ഇരുത്തുണ്ടോ സാറേ? അങ്ങനെ ഇരിക്കെ മനോഹര ഒരു ദിവസം അപ്രതീക്ഷിതമായിട്ട് വീട്ടിൽ കയറി വന്നു. അയാളെ കണ്ട് ഞാൻ ഓടി. അതവൻ കണ്ടു. ആ ഒരു നിസ്സാര കാര്യത്തിന് ആ ചെറ്റ വീട്ടിൽ മൊത്തം പ്രശ്നം ഉണ്ടാക്കി. എന്നിട്ട് ആ പാവം പെൺകുച്ചിട്ട് അടിക്കുകയൊക്കെ ചെയ്തു സാറേ. അയ്യോടാ, കഷ്ടമായി പോയില്ലോടാ. അങ്ങനെ പ്രശ്നങ്ങളായിരിക്കുമ്പോഴാ ഇന്ന് അയാളെ നാട്ടിൽ വന്നു. പിന്നെ അവനവന്റെ വീട്ടിൽ വരണ്ടേ? ഇന്നും അവിടെ അടിയായിരുന്നു. അപ്പോഴാണ് ഈ സുജാല ഇന്ന് എന്നെ വിളിച്ചിട്ട് അവർക്ക് ഇന്ന് കൂടാനൊരു കുപ്പി വേണമെന്ന് പറഞ്ഞത്. രണ്ടിനെയും കൂടെ ഒരുമിച്ച് കിട്ടിയ സ്ഥിതിക്ക് തീർത്തുകളെ റോസമ്മയ സാറേ എന്നോട് പറഞ്ഞത്. അല്ലാതെ എനിക്കിതിലൊരു പങ്കുമില്ല സാറേ. എവര് കൂടുന്ന കാര്യം അവളെങ്ങനെ അറിഞ്ഞു? ഇന്ന് വൈകിട്ട് ഞാൻ അവിടെ പോയായിരുന്നു സാറേ. അങ്ങനെ ഞാനിന്ന് കൊടുത്ത കൊപ്പിക്കകത്ത് വിഷം ചേർത്താ കൊടുത്തു. അവള് പറഞ്ഞിട്ടാ സാറേ ഞാൻ അങ്ങനെ ചെയ്തത്. എന്നെ വെറുതെ എടാ പരമനാരി. പാപത്തു. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങള്. എന്നെ രക്ഷിക്കണം സാറേ, പറ്റിപ്പോയതാ. അയ്യടാ സാറേ, ഈ പല്ലെന്നെ രക്ഷപ്പെടുത്തല്ലോ സാറേ. ഇവനെ എന്നെ കൊല്ലാൻ നോക്കിയവനാ. അവനെ കൊല്ലാൻ നീ വിഷം ചേർത്തു. നിന്നെ അവനെയും കൊല്ലാൻ അവള് പറഞ്ഞിട്ട് ദേ ഈ മണഗുണാഞ്ചം വിഷം ചേർത്തു. ഹോ, കടുപ്പം തന്നെ നിന്റെയൊക്കെ കാര്യങ്ങൾ. ഇനിയിപ്പോ 3 പോയി ഒരുമിച്ച് ഉണ്ടായില്ല സാറേ. എന്താ മോനെ? ഈ പന്നന്റെ കൂടെ ജയിലിൽ കിടക്കാൻ എനിക്ക് ബുദ്ധിമുട്ടാണ് സാറേ. പന്ന നിന്റെ തന്ത എന്റെ കൂടെ ജയിലിൽ കിടക്കാൻ നിനക്ക് എന്ത് യോഗ്യത? എന്റെ യോഗ്യത എന്താണെന്ന് സാറേ. അസഭ്യം. 2 കാല വരെടുത്ത് നിലത്തടിക്കും കേട്ടോ. കളിക്കണ നീക്ക എന്തുവാണ് ഇത്? കുഴപ്പമായ സാറേ. 2 പ്രതികള്, ഒരു കൂട്ടുപ്രതി, ഒരു കൊലപാതകം വിത്ത് പ്രൂഫ്. പ്രമോഷൻ ഉറപ്പ് സാറേ. എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണം സാറേ. ഞാൻ എന്ത് വേണേലും തരാം. അയ്യോടാ പാവം. സാറ് വന്ന് സാറേ പോയ കാര്യം എന്തായി സാറേ? അവന് പൊക്കിയ അയാളൊന്നും അല്ലടോ. ഇയാളെ വെറുതെ ആളെ മെനക്കെടുക്കാൻ വേണ്ടിട്ട്. അതല്ല സാറേ,
സാറ് പോയി കഴിഞ്ഞപ്പോ അവനോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. സംഗതി അഹിതാണ് സാറ്. എടപ്പോ അങ്ങനെയൊന്നുമല്ലോ, ഞാനത് വ്യക്തമായിട്ട് അന്വേഷിച്ചല്ലേ. ആ സുജാലിനൊക്കെ വെറും പാവമാണ്. ഏവൻ ചുമ്മാ അവനെ ഇതിലോട്ട് വലിച്ചിട്ട് അതിനവൻ വലിച്ചില്ലല്ലോ സാറേ. അതല്ല, അവനെ ഇതിലോട്ട് വലിച്ചിട്ടെന്നാ പറഞ്ഞത്. അവനല്ല ചത്തത്, പിന്നെ അവൻ അങ്ങനെ അവനെ വലിച്ചു. ഇതൊരു ആത്മഹത്യയാണ്, ഞാൻ ഉറപ്പിച്ചു. മിസ്റ്റർ ഷിബു, this is a well planned and well executed parota and beef with the fluid and ass touchings. So it is a cold-blooded suicide. അത് കലക്കി സാറേ, ഒന്നുകൂടെ പറയൂ. ഇനി ഞാനതെങ്ങനെ പറയും? ഇനി പറ്റില്ല, ഇതൊരു ആത്മഹത്യയാണെന്ന്. അതെങ്ങനെ ശരിയാവും സാറേ? അതെങ്ങനെയെങ്കിലും ശരിയാവും. നീ പോ, നിന്റെ കാര്യം നോക്കി. ഓ അങ്ങനെ അങ്ങനെ അങ്ങനെയാണെങ്കിൽ എനിക്കെന്താ, ഞാൻ പോണം. പോ പോ പോ. എനിക്കെന്താ, ഞാൻ പോട്ടെ ഇളയാ. മുണ്ടിട്. ഹലോ ഹലോ അഷ്റഫേ, താൻ പിന്നെ വിളിച്ചില്ല? അവനെ പൊക്കിയോ? അഷ്റഫേ, നിന്നോടാ ചോദിച്ചത്. അത് പിന്നെ സാറേ, ഞാൻ ആദ്യം ഇതൊരു ആത്മഹത്യയാണെന്നാണല്ലോ അറിഞ്ഞത്. പിന്നീട് അന്വേഷിച്ചപ്പോഴാണ് ഇതൊരു കൊലപാതകമാണെന്ന് മനസ്സിലായത്. അപ്പോഴാണ് ഞാനിതൊരു കൊലപാതകമാണെന്ന് സാറിനോട് പറഞ്ഞത്. പിന്നീട് അന്വേഷിച്ചപ്പോൾ ഇതൊരു കൊലപാതകമല്ലെന്ന് മനസ്സിലായത്. ആത്മഹത്യ കേസിന് ഞാൻ എവിടുന്ന് പ്രതിയെ കൊണ്ടുവരും സാർ? എടാ മൈഷറഫേ, എടാ നിന്റെ വാക്കും കേട്ടും കൊണ്ട് ആ DYSP ഒരു ജീപ്പ് ചാനലുകാരുമായിട്ട് അങ്ങോട്ട് വന്നിട്ടുണ്ട്. അഷറഫെ, അവസാനം പ്രതി ഇല്ലെന്നെങ്ങാനും അറിഞ്ഞ നിന്റെ അട്ടപ്പളവും. സാറേ, ആത്മഹത്യ കേസിന് ഞാൻ എവിടുന്ന് പ്രതിയെ കൊണ്ടുവരും? നീ എവിടുന്നേലും കൊണ്ടുവരണം, വേറെ വഴിയില്ല. അല്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്, നീ തന്നെ അങ്ങ് കുറ്റം ഏറ്റെടുത്തോ. അല്ലെങ്കിൽ നീ വല്ല പൊട്ടന്റെയും തലയിൽ എടുത്തു പോയി. എന്നെ ഇനി വിളിക്കണ്ട, ഞാൻ എസ്കേപ്പ്. അങ്ങനെ ഒരു പൊട്ടനെ ഞാൻ എവിടുന്ന് കൊണ്ടുവരും ഈശ്വര? സാറേ, ഗുഡ് ബൈ ഉണ്ട്. സാറേ, പ്രതിയെ കിട്ടിയിട്ടുണ്ട്. ടീമിനെ വിട്ടോളൂ. വീട്ടിലടിച്ചെടുത്തല്ലോ. സാറ് പറഞ്ഞത് മുഴുവനായി ഉണ്ട്. ഒരുപാട് നന്ദിയുണ്ട് സാറേ. സാറ് ഞങ്ങളെ രക്ഷിച്ചില്ലായിരുന്നേ, ആ വട്ടന് പകരം ഞങ്ങള് പോയി കിടക്കേണ്ടി വന്നേനെ. കാണാതെ പിടിച്ച് വന്നേടോ. അല്ല സാറേ, വരുന്നില്ല. കഴിക്കൂല ഇവരെനിക്ക് 20 ലക്ഷം രൂപ ആരും കണ്ടില്ലല്ലോ. അങ്ങനെ ക്ലൈമാക്സിൽ ഞാൻ ദാ ഇവിടെ എത്തി. ഒരു പഫ് വരൂ. ഒരെണ്ണം. അണ്ണൻ നിരപരാധിയാണെങ്കിൽ അണ്ണ എന്തിനാണ് ഇതിനകത്ത് കിടക്കുന്നേ? അണ്ണൻ ഇത് കോടതി പറഞ്ഞിട്ട് ഇറങ്ങി പൊക്കൂടെ? പണ്ട് ഭഗവാൻ ശിവൻ അരുളിയിരുന്നു, സേനകൃതസ്യ കർമ്മ കണായന ഫലം സനൈവ ഭോക്തവ്യം. എനിക്കൊരു കോള് വരുന്നു. ഹലോ, എവിടെ ആയിരുന്നാ നീ? സാറേ, ഗുഡ് ബൈ ഉണ്ട്. സാറേ, പ്രതിയെ കിട്ടിയിട്ടുണ്ട്.
എന്ന് വെച്ചാൽ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകന്നേ വരൂ. ഇതതിന് ശിവൻ പറഞ്ഞാണ്. യെസ്, നോ ഡൗട്ട്. ഇത്രയുള്ള കഥ. കഴിഞ്ഞ് സൂചിങ് ഇയാളേറ്റ് പോടേ.